ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്ക് കാളനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചേന, അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അരപ്പിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പ്, കുറച്ച് ജീരകം, പച്ചമുളക്, ഇതാണ് അരപ്പിന് വേണ്ടത്. പിന്നെ കുറച്ച് തൈര്, കട്ട തൈര് എടുത്തിട്ടുണ്ട്. നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുത്തു വെച്ചേക്കുന്നതാണ് കട്ടത്തൈര്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ആദ്യം കായയും ചേനയും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ കായയും ചേനയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കായയും ചേനയും വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചേനയും കായയും വെന്ത് വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇനി കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, 1 ടീസ്പൂണോളം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. എന്നിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുന്നത്. ഈ തൈര് ആഡ് ചെയ്ത് നല്ലോണം കുറുകി വരണം. നമുക്കിനി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലോണം വറ്റി വരണം തൈര്. അതിന് ശേഷമാണ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ തൈര് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ നല്ലോണം തിളച്ച് വരണം. കണ്ടോ, ഒട്ടും പിരിയില്ല. നമ്മൾ ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഒട്ടും പിരിഞ്ഞു പോകില്ല. നല്ലോണം തിളയ്ക്കണം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. കോക്കനട്ട് മിക്സ് ചേർക്കാം. നമ്മൾ തേങ്ങ, ജീരകവും 3 പച്ചമുളകും ഇട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്നത്. അതാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യും. നമ്മുടെ കുറുക്ക് കാളൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. നമ്മൾ കുറുക്ക് കാളനിലേക്ക് കടുക് വറുത്തിടാനായിട്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ചേനയും ഏത്തക്കായയും ഇട്ട കുറുക്ക് കാളൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ നെയ്യിലാണ് കടുക് വറുത്തിട്ടേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണവും നല്ല ടേസ്റ്റും ഉണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല കട്ടിയായിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.